ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. ലിവർ, അതുപോലെ പാൻക്രിയാസ്, ഹാർട്ട് എന്നിങ്ങനെ മിക്ക അവയവങ്ങൾക്കും പ്രശ്നം ഉണ്ടാകും. LDL കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോൾ കൂടുന്നത് എങ്ങനെ തടയാൻ പറ്റും, അത് തടയാനായിട്ട് നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. 2 റെമഡീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഡെയിലി നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ ഈ റെമഡി തയ്യാറാക്കാനായിട്ട് ഒരു തണ്ട് കറിവേപ്പില ഇവിടെ നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് പച്ചമഞ്ഞളാണ്, ഒരു കഷ്ണം പച്ചമഞ്ഞൾ തൊലിയൊക്കെ ചീകി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കറിവേപ്പില നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയാനായിട്ട് കഴിവുള്ള ഒന്നാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. വിഷവസ്തുക്കളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനായിട്ട് കഴിവുള്ള ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ കറിവേപ്പില. നമ്മുടെ പച്ചമഞ്ഞളും കറിവേപ്പിലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ചീത്ത കൊളസ്ട്രോളിനെ നീക്കാനായിട്ട് കഴിവുള്ളതാണ്. അപ്പം നമ്മളിവിടെ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പച്ചമഞ്ഞളും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് നിറങ്ങി വരണം. അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചതാണ്. 1 ഗ്ലാസ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഡ്രിങ്ക് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് പറയാം. ഇത് നമുക്ക് ആഹാരത്തിന് മുമ്പായിട്ട് കഴിക്കാം. ആഹാരത്തിന് മുമ്പ് പല തവണകളായിട്ട് കഴിക്കാം. ഒറ്റ തവണയായിട്ടും അല്ലെങ്കിൽ പല തവണകളായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഔഷധം മോരുകാച്ചിയതാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡ്രിങ്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ഡ്രിങ്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് കഴിക്കുക. നമ്മളിവിടെ 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇപ്പോൾ ചെറിയ കറിവേപ്പിലയാണെങ്കിൽ 2 തണ്ട് എടുക്കാം. അതേപോലെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 4-5 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് നമ്മൾ ചതച്ചെടുക്കണം. അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഇനി നമുക്ക് 1-2 സാധനങ്ങൾ കൂടി വേണം. അത് നമ്മൾ അടപ്പത്ത് വയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ച് അതിലൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളിതിൽ കടുകല്ല ഇടുന്നത്, ഉലുവയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടുത്തായിട്ട് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ നമ്മളിവിടെ പൊടിപ്പിച്ചെടുത്തതാണ്. മഞ്ഞൾ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. വിഷമടിക്കാത്ത നല്ല ശുദ്ധമായിട്ടുള്ള നമ്മുടെ പറമ്പിലുണ്ടായ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പം നമ്മളിവിടെ 1 കപ്പ് മോരെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ മോര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനി ഒട്ടും തിളക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു മോര് കാച്ചിയത് കൂടി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ അഭിപ്രായങ്ങൾ, അറിവുകൾ, കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വീണ്ടും കാണാം.